നമ്മൾ രണ്ട് കരക്കാരും റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ യുദ്ധം ആരംഭിക്കാൻ വേണ്ടി. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ നാട്ടുകൂട്ടത്തിനെ പരിചയപ്പെടണം. ഹലോ, സനീഷ് ബ്രോ, നമസ്കാരം. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഇവര് കണ്ണൂർ ജില്ലയിൽ നിന്നുമാണ് വരുന്നത്. കണ്ണൂർ സ്ക്വാഡിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ സ്ക്വാഡ് ഓഫ് യോഗ കണ്ടിട്ടുണ്ടോ? അതാണ് ഇവര്. ഇന്നപ്പോ ഇവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലാസ്റ്റ് ചിലപ്പോൾ നമ്മളും പെർഫോം ചെയ്യേണ്ടി വരും. ഇനിയിപ്പോ സ്കിറ്റ് മാത്രമല്ല, യോഗയും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോവാണ് നമ്മുടെ ഈ സിലബസിൽ. താങ്ക് യു. അപ്പൊ എന്തായാലും ടീച്ചർ, നമുക്ക് ആദ്യത്തെ പീരീഡ് ആയിട്ട് തുടങ്ങിയാലോ? നമ്മുടെ ഹോം തിയേറ്റർ ഓഡിയോ വിഷ്വൽ പീരീഡ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ പീരീഡ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ അമ്പിളിക്കുട്ടനെ പ്രസന്റ്. സിലബസിലെ ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ അമ്പിളിക്കുട്ടനാണ്. അപ്പൊ എന്തായാലും കുട്ടികളെ, പ്രേക്ഷകരെ, ഇന്നത്തെ ആദ്യത്തെ ചാപ്റ്റർ അമ്പിളിക്കുട്ടൻ. ഹലോ ഹലോ ഹലോ, ഞാൻ ട്രെയിനിൽ കയറി. എല്ലാം ഓക്കെ ആണ്. പിന്നെ നീ എന്റെ ടിക്കറ്റ് എവിടെ? തന്നെ മറ്റേ അയാൾ വരുമ്പോ ഞാൻ എടുത്ത് കാണിക്കണ്ടേ? മറ്റേ RTPCR TTC ടിക്കറ്റ് എന്തോ അത്? അയാൾ വരുമ്പോ ഇത് കാണിക്കണ്ടേ? ശരി ശരി ശരി. നീ അങ്ങ് എത്തിയാ? അനുസാറിന്റെ അടുത്ത് പറഞ്ഞ ഞാൻ പെട്ടെന്ന് വരുമെന്ന്. വന്നില്ലേലും കുഴപ്പമില്ലെന്ന്. ഞാനാണ് അവിടെ മെയിൻ. ഞാനാണ് അമ്പിളിക്കുട്ടൻ. ഞാൻ ചെന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് അവിടെ കിടന്ന് പുഴുക്കത്തേ ഉള്ളൂ. ഹലോ, ഞാൻ ഇതുവരെ തിന്നിട്ടില്ല സപ്രിങ്ങോട്ടിങ് ഒരെണ്ണം. നമ്മൾ തിന്നാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോ നമ്മൾ തിന്നണം. പേരക്കാ? പക്ഷെ ഇത് അല്ല, വേറെ കാര്യമുണ്ട്. പേരക്കെന്ന് പറഞ്ഞാൽ ആരും മേടിക്കില്ല. അതാണ് സപ്രിങ്ങോട്ടിങ്ങി. നമ്മൾ ചാടി കൊണ്ട് മേടിക്കും. നാളെ ഒരു 5-6 ആപ്പിളും കയറിയിട്ട് അമ്മ അവിടെ പോയി കിടന്ന് സ്കിറ്റ് കളിച്ച് ചാവണ്ടായിരുന്നു. ഹലോ രാജേഷ്, ആർ യു മാഡ്? ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്ക്യൂസസ് പ്ലീസ്. നിങ്ങൾ ഇത്ര സില്ലിയാണ് എടുക്കുന്നേ. ഈ മാറ്റർ എന്താണെന്ന് അറിയത്തില്ല. ഗവൺമെന്റിന് എന്നെ ഒരുപാട് ഭീഷണി അയക്കാവുന്ന വലിയൊരു കേസിന്റെ ഭാഗത്തിലാണ് ഞാൻ പോകുന്നത്. നിങ്ങൾക്കറിയാമോ? ഒന്നുമില്ലെങ്കിൽ ഞാനൊരു ഗവൺമെന്റ് പ്ലീഡർ അല്ലേ? പ്ലീസ് മനസ്സിലാക്കണ്ടേ? നിങ്ങൾ ഈ ട്രെയിനിൽ എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തതിന്റെ ഏറ്റവും വലിയ സില്ലി തിങ് ആണ്. പക്ഷെ ഞാനത് അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ് പറ്റില്ല കേട്ടോ. ഇത്രയും ഇമ്പോർട്ടൻ്റ് ഡോക്യുമെന്റ്സ്, എവിഡൻസ് ആണ് എൻ്റെ ഇരിക്കുന്നത്. അതിന് ഞാൻ എന്ത് പറയാനാണ്? ഓക്കെ ഓക്കെ, ഐ വിൽ മാനേജ്. എക്സ്ക്യൂസ് മീ, ഇത് ഏതാ വണ്ടി? തീവണ്ടി. ഹലോ, ഇത് എ കൂപ്പയാണോ ബി കൂപ്പയാണോ? ഏതാ ഒരു വാപ്പാ സാറ്? ഞാൻ KT മത്തായി. കുറേശ്ശെ കേട്ടണം, അല്ലെങ്കിൽ മത്താവും. എന്റെ പേരാണ് പറഞ്ഞത്, കോശി തങ്കം മത്തായി. ഞാനൊരു പ്ലീഡറാണ്. അതുപോലും പറയാൻ അറിഞ്ഞൂടാ. കോട്ടും സൂട്ടും ഇട്ട് അടക്കാണ്. പ്ലീഡർ അല്ല, ലീഡർ. ഏത് പാർട്ടിയുടെ ലീഡർ? പാർട്ടിയുടെ ലീഡർ അല്ല, ഗവൺമെന്റ് പ്ലീഡർ. ഗവൺമെന്റ് വക്കീലാണ്. മനസ്സിലായോ? സ്വല്പം മാനേഴ്സ് കാണിക്കാം. നിങ്ങള്? ഞാൻ അമ്പിളിക്കുട്ടൻ. എന്ത് ചെയ്യുന്നു? ഞാൻ മറ്റേ കോമഡി മാസ്റ്റേഴ്സ് അമൃത TVയിൽ സ്കിറ്റ് കളി. കോമഡി പരിപാടിയിൽ ആർട്ടിസ്റ്റാണ്. ഫാമിലി കൂടെ ഉണ്ടോ? ഇല്ല, ഫാമിലി വൈഫ് വീട്ടിലാണല്ലേ? അതിലുള്ള ആർട്ടിസ്റ്റിനെ തന്നെയാണ് വിവാഹം കഴിച്ചത്? അല്ലല്ലല്ല, അവിടെ ഒരു പെൺകുട്ടിയായിട്ട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. അലയൻസ് ഉണ്ടായിരുന്നു? ആലീസുമായിട്ടല്ല, എലീന പഠിക്കലോ. എന്താണ് സംഭവം? 2-3 വട്ടം എന്നെ ഒന്ന് ഇഷ്ടമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു വേണ്ടാന്ന്. അത് ഒരു വീട്ടില് 2 മണ്ടത്തരം കാണിക്കുന്നവര് വേണ്ട. ഞാനായിട്ട് തീരുമാനിച്ചു, ഒരു കാട്ടിൽ ഒരു സിംഹം മതിയെന്ന്. എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, എന്നെ ശല്യപ്പെടുത്തരുത് കേട്ടോ. കുറച്ച് മെയിൽസ് ഒക്കെ നോക്കാനുണ്ട്. എന്തോ സാറേ ഇത്? ഇത് ലാപ്പ്. അത് ഞങ്ങളെ ഫ്ലോറിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ലാപ്പോ? ഓവർ ലാപ്പ്. 1001 ഫലിതങ്ങൾ. ശ്രീവിദ്യ മുല്ലച്ചേരി എഴുതിയ 1001 ഫലിതങ്ങൾ. കുട്ടി അഖിൽ എഴുതിയ 1001 ഫലിതങ്ങൾ. ഹലോ 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 ഹലോ, ഇത് തമാശയാ? ഫലിതങ്ങളാ? നല്ല ഫലിതങ്ങൾ. ഇത് എല്ലാം ഫ്രഷ് ആണ്. പിന്നെ ശ്രീവിദ്യ എഴുതിയത് 1000 എണ്ണം പഴയതാ, 1 എണ്ണം ഫ്രഷ്. കുട്ടി അഖിൽ എഴുതിയ 1 എണ്ണം ഫ്രഷ്.
1000 എണ്ണം പഴയതാ. പക്ഷെ വില കുറവുണ്ട്. വില കുറവുള്ളത് ഇതാ. എടുത്തോ. കുട്ടിയാക്കി ശ്രീവിദ്യ മുല്ലശ്ശേരി. കുറച്ചേരം ചിരിക്കാം. 1001 ഫലിതങ്ങൾ. ഇതാണോ ശ്രീവിദ്യ മുല്ലശ്ശേരി? 1001 ഫലിതങ്ങൾ. മിസ്റ്റർ, ഹലോ, പ്ലീസ് ബി ക്വൈറ്റ്. കീപ് ക്വൈറ്റ്. ഹലോ, യെസ് നിഷാദ്. യാ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഐ വിൽ ഡു ഇറ്റ്. ഡോണ്ട് വെറി മാൻ. ഞാൻ കംപ്ലീറ്റ് പഠിച്ചിട്ടില്ലേ വരുന്നത്. 1-2 മെയിൽസ് അങ്ങോട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ. നോക്കൂ, ഒന്ന് ചെക്ക് ചെയ്യൂ. ഓക്കെ. ഹേ മാൻ, പ്ലീസ് ബി സൈലന്റ്. ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യരുത്. ആ മെയിലൊന്ന് ചെക്ക് ചെയ്യോ. You're very disturbing to me. Please, be silent for a short time. Yes, sure. No. Is this? ആ കൗണ്ടർ അനുസാരം ചിരിക്കും. Yes, അതൊന്ന് ചെക്ക് ചെയ്യും. Yes. Next minute. Yeah, check it. ഒരു മനുഷ്യൻ എന്തിനാ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഞാൻ അത്യാവശ്യം മെയിൽസ് അയച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇയാളൊക്കെ എന്തിനാണ് ഈ ഗ്രൂപ്പിൽ? വേറെ വെരി ലോക്കൽ പീപ്പിൾസ് ആണ്. ഓ, ലഞ്ച് ടൈം. ഓ, വെരി നൈസ്. ഓക്കെ, let's do it. Sorry. Let's do it. Okay. എന്തോ സാറേ ഇതോ, ഇത് ബ്ലേസ് ബ്ലാക്ക് റഷ്യൻ ഡൊമിനോമൻ റെയർ വിസ്കി. ഇതിന്റെ വില എത്രയെന്നറിയോ? $5,000. അയ്യോ, Yeah. ചിരി എനിക്കൂടെ തരുമോ? How dare you talk like this? എങ്ങനെ തോന്നി ഇത് ചോദിക്കാനായിട്ട്? ഞങ്ങൾ റെപ്യൂട്ടഡ് പേഴ്സൺസ് കഴിക്കുന്നത് ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഫ്രീഡം ഉള്ള സ്പേസിൽ ഞങ്ങൾ കഴിക്കുന്നതാണ്. എനിക്ക് എന്തായാലും ലഞ്ചിന് മുമ്പ് എനിക്ക് 2 കഴിക്കുന്ന ഒരു ശീലമുണ്ട്, അതുകൊണ്ടാണ്. Blaze Black. Rare thing. ഈ സാധനം കണ്ടോ? ഞങ്ങളുടെ നാട്ടിലെ സുകുമാരാണ് ഉണ്ടാക്കുന്നത്. നല്ല കീടിലെ വാറ്റ്. വാറ്റ് എന്താണ് ഇതൊക്കെ? ഇതൊക്കെ ഒരു മിനിറ്റ്. കുറേയും കാശുള്ള സാധനം കുടിച്ച് ഊതി കളയുന്നു. കഴിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്, രീതിയുണ്ട്. ഇതിനറിയാമോ? ഒറ്റ പെക്കോതി എന്റെ തലച്ചോറില്ലേ പമ്പര കണക്ക് കറങ്ങും. കൃഷ്ണമണി ഉരുണ്ട് ഉച്ചി കയറും. ആക്കില്ലേ, ആക്ക് കുഴിഞ്ഞകത്ത് പോയി കരടിൽ നിന്ന് കൈ എടുത്തിട്ട് പറയും, അളിയാ ഇടുന്ന സാധനം വരുന്നത് എന്നിട്ട് ഇത് നമ്മൾ കുടിക്കത്തില്ല. നന്നായിട്ട് ആഹാരം കഴിക്കും. ആഹാരം കഴിക്കും. രാവിലെ കക്കൂസ ചെന്നിരുന്നോണ്ടല്ലോ വയറെണീറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് പറയും. അല്ല, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാനും തുടങ്ങാം. ഇത് 2 ഗ്ലാസ്. അത് ഞാൻ ചേട്ടൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഞാനും ചേട്ടൻ ഒരുമിച്ചിരുന്നേ കുടിക്കുള്ളൂ. അങ്ങനെയാണ്. ഇത് വേണ്ട. എന്ത് പറ്റി? ഞാൻ ഇരുത്തി ചേട്ടനെ കുടിക്കൂ. ഭയങ്കര കുടിയാ. അതെന്തോ സാറേ? ഇതോ, ഇത് ടച്ചിങ്സ്. എന്തോ അച്ചാറ? ആൽമാസ് കേവിയർ കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഫുഡാണ്. ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതായത് ഇത് ആൽബിനോ ഫിഷ് എന്ന് പറയും. ഈ കനേഡിയൻ ഗ്രീക്കിൽ മാത്രം മുട്ടയിടുന്ന 60 വയസ്സോളം പ്രായമുള്ള ആൽബിനോ ഫിഷിന്റെ മുട്ടകളാണ്. വെരി റയർ, കോസ്റ്റ്ലി. കേട്ടോ, എന്റെ അടപ്പ് തന്നെ നല്ല ഇരുന്ന് വീഡിയോ ഇരിക്കുന്ന 90 വർഷം പഴക്കമുള്ള അമ്മുമ്മ ഭരണിയിലിട്ടുണ്ടാക്കിയ നല്ല പുളിഞ്ചിക്ക അച്ചാർ. നിങ്ങൾക്ക് അതിനത് നല്ലത്. പക്ഷെ ഇതൊക്കെ കഴിക്കുമ്പോൾ ഇതാണ് വേണ്ടത്. ചെറിയ രീതിയിലൊക്കെ അതിന്റെ നാട്ടം തന്നെ നിങ്ങൾ എങ്ങനെ കഴിച്ച് സഹിക്കുമെന്ന് പറയാം. ഹായ് രമേശ്, ഐ എം ഓൺ ദ വേ. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തു. ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ട്. ആ ഫസ്റ്റ് ഡോക്യുമെന്റ്സ് മാത്രം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സംഘടിപ്പിച്ചു, കുഴപ്പമില്ല. ഓക്കെ, ഐ വിൽ ഡു മൈ ബെസ്റ്റ്. ഓക്കെ. The whole thing. Yes. ഷാർട്ട് ടൈമിൽ അവിടെ ഉണ്ടാവണം കേട്ടോ. ഷാർട്ട് ടൈം. യെസ്, you will meet.
കോളുകളൊക്കെ വരുമ്പോഴാണ് ബുദ്ധിമുട്ടായി പോകുന്നത്. കാരണം നമുക്കൊരു സ്വാതന്ത്ര്യമായിട്ട് കഴിക്കാനും പറ്റത്തില്ല. ആ കൊട്ടൂടി അയ്യപ്പാ. പഴയതല്ല, ഇച്ചിരി കൂടിപ്പോയി. ഭയങ്കര രസമാണ്. വെരി ഗുഡ്. Very good. That's very nice. It's very bad. Always I remember. Every time in my life I do it. മെയിൽ മാറിപ്പോയി. ആർക്കച്ചു? കുഴപ്പമില്ല. Mrs. Bambino, are you permissible? Well done. Let's take once more. Okay. മിസ്റ്റർ പേര് പറഞ്ഞു അമ്പളിക്കുട്ടൻ. അമ്പിളിക്കുട്ടൻ. AC ആണ് ഭയങ്കര ചൂടല്ലേ? ചൂടാതെ ഇതൊക്കെ ഇട്ട് ഈ കോട്ട സൂട്ടൊക്കെ ഊരി അല്ല, കളഞ്ഞ ഈ സ്ഥാനത്തിന് അങ്ങനെ ഒരു വിഷയമുണ്ട്. നമ്മൾ കുറച്ച് കൂടുതലായി കഴിഞ്ഞാൽ ഇത് സാധാരണ നോർമൽ അങ്ങനെ ഒരു വിഷയമില്ല, അങ്ങനെ ഉണ്ടാവാറില്ല. ഊരി കളയാ. ഫസ്റ്റ് ടൈം വെരി ഫസ്റ്റ് ടൈം ഇതിൻ്റെ തന്ന മിസ്റ്റർ രമേഷ്. ഹായ് മിസ്റ്റർ രമേഷ്. അത് നിങ്ങളുടെ ബ്ലേസ് ബ്ലാക്ക് കുറച്ച് മാറ്റമുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം തരുന്നത് പോലെ അല്ലല്ലോ, കുറച്ച് മാറ്റമുണ്ട്. അത് എൻ്റെ ഒരു മാറി പോയിരുന്നു. ഓക്കെ ഓക്കെ, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഓക്കെ വെരി വെൽ. കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുകൂടി ഐ മീൻ ഓക്കെ യാത്രയല്ലേ? ഓക്കെ ഐ ക്യാൻ മാനേജ്. ഓ ഞങ്ങൾ നമുക്ക് ഓക്കെ ഓക്കെ. ഓ എൻ്റെ സുരേഷ് എല്ലാ പ്രാവശ്യവും കാനഡ യൂസ് എന്നൊക്കെ വരുന്ന സമയത്ത് തരുന്ന സാധനം നമുക്കത് കൊണ്ടുതരും, നമ്മളുമായിട്ടുള്ള ആ ഒരു ബന്ധം വെച്ചിട്ട്. അപ്പോൾ ഇത് ആ സമയത്ത് വിഷയമില്ല. ഞങ്ങൾ 7 ബഗ്ഗങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ കഴിക്കും, ഒരു വിത്തൗട്ട് എനി ഗ്യാപ്പ്. അപ്പോഴൊന്നും ഒരു വിഷയം. ഇപ്പോൾ ഇത് എന്തോ നമ്മുടെ ഈ ട്രെയിൻ യാത്ര ആയതുകൊണ്ട് ടച്ചിങ്സ് കാൽവിനോ ഫിഷ് വെരി വെൽ ഡൺ. ഞാൻ അങ്ങനല്ലേ ചേരുമ്പടിയല്ലേ ചേരൂ. ഇതാരുണ്ടാക്കുന്നെന്ന് പറഞ്ഞ ഇതാരുണ്ടാക്കുന്നെന്ന് പറഞ്ഞു അതിന് അമ്മൂമ്മ. അമ്മൂമ്മ പുള്ളിക്കാരി ഒന്ന് പരിചയപ്പെടണം കേട്ടോ. പുള്ളിക്കാരി ഞാൻ ഡൽഹിയിൽ കൊണ്ടുപോകും. ഞാൻ കേസ് വാദിക്കാനെ കാണിച്ചു കൊടുക്കും. ഞാൻ വെച്ചോളാം. അങ്ങനെ വല്ലാതെ ഭയങ്കര ചൂട് തന്നെയല്ലേ ഇവിടെ. രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കഷ്ടമെന്ന് നോക്കിയാണ്. ഇതിനോ ഞങ്ങൾ ഇതേപോലുള്ള പ്രൈവറ്റ് പ്രൈസുകളിലൊക്കെ ഞങ്ങൾ കൂട്ടുകാരായിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അവിടെ ഞങ്ങൾ എൻജോയ് മൂഡാണ്. അവിടെ ഞങ്ങൾ പ്രൊഫഷണൽസ് നമ്മൾ സംസാരിക്കത്തില്ല, ഫുൾ എൻജോയ്മെന്റ്. പാട്ട് പാടും, ഡാൻസ് കളിക്കും, പലരും പല രീതിയിലുള്ള ഓരോരോ കാര്യങ്ങളാണ്. നമുക്കതിലെ ഒരു രസം ജീവിതത്തിൽ എപ്പോഴും കേട്ടില്ലല്ലോ. ഡാൻസ് ബാറിലൊക്കെ പോയിട്ടുണ്ടോ? ഡാൻസ് ടോപ്പിൽ പോയിട്ടില്ല? ഇടയ്ക്ക് പോകണം. ആ ഡാൻസ് ടോപ്പിൽ കയറണം. അവിടെയുള്ള രസം എന്ന് പറഞ്ഞാൽ അതാണ്. ഭയങ്കര സഹിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും മുഖം തുടയ്ക്കാൻ ടിഷ്യൂ പേപ്പർ ഉള്ള ഇരിപ്പുണ്ടോ? ഇല്ല സാറേ. ടിഷ്യൂ പേപ്പർ ഇല്ലേ? അതിന്റെ ഇരിപ്പുണ്ടല്ലോ ടിഷ്യൂ പേപ്പർ. ഓക്കെ. അയ്യോ വേണേ തുടച്ചോ, പേപ്പർ വേണേ തുടച്ചോ. അച്ഛനെ വേണേ തുടച്ചോളാം. എന്ത് ചെയ്യുന്നടാ, ചൂട് സഹിക്കാൻ അസഹനീയമായ ചൂടാണ്. ചില നേരം ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാലേ വരത്തുള്ളൂ. ഐ ക്യാൻ മാനേജ് സംടൈംസ്. ചില നേരം പറ്റില്ല. മിസ്റ്റർ അമ്പിളിക്കുട്ടൻ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അവിടെ ചെന്ന് നിങ്ങൾ എന്താണ് അവിടെ പരിപാടി? എന്താണ് സംഭവം? അടിച്ച ഒരു മൂടൊക്കെ വേണ്ടേ? എന്തെന്നറിയാമോ, നമ്മൾ ഈ ഒഫീഷ്യൽ രീതിയിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും വരത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിന്റെ രീതിയിൽ തന്നെ മാറണം. അത്രേ ഉള്ളൂ. സംഭവം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ, നമുക്ക് ആ രീതിയിൽ നമ്മളൊരു ഗവൺമെന്റ് പ്രിയറൊക്കെ വേണം. അതൊക്കെ അവിടെ പോകുമ്പോഴേ ഉള്ളൂ. അതിനകത്ത് ആവണ്ട, മാറണം. സംഭവം പാട്ടൊക്കെ നമ്മൾ പാടിത്തരാം. പാട്ട് പാട്ട് പോലല്ലേ രസിക്കുന്നില്ല. പഴയ ആൾക്കാരായിട്ട് പാട്ടൊന്നും ഇഷ്ടപ്പെടില്ല. വേറൊരു പാട്ട് ഞാൻ പ്ലേ തരാം. അത് കിഴുകറി. ചക്കനും പെണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം. ചങ്കു കൊടുക്കും ചങ്കുകളെല്ലാം വിളിച്ച് കൂടണ കല്യാണം.
RT-PCR വരും. അതാണ് എന്തുവാണ് ഇത്? ഇത് ട്രെയിനിനകം. ഇവിടെ ഇത് മാന്യന്മാർ യാത്ര ചെയ്യുന്ന സ്ഥലമല്ലോ. സാറേ വന്നപ്പം പോലും തുടങ്ങിയ സാർ ഉപദ്രവം. മാന്യന്മാർക്ക് യാത്ര ചെയ്യാം. അതന്നെ. ടിക്കറ്റ് സീറ്റ് നമ്പർ പറ. സീറ്റ് നമ്പർ 994718 വേണം. തന്റെ മൊബൈൽ നമ്പർ അല്ല, തന്റെ സീറ്റ് നമ്പർ പറയാൻ. സീറ്റ് നമ്പർ ഒന്നുമില്ല. ഇത് എന്തുവാണ് ഈ കാണിച്ചത്? ഇറങ്ങടോ. ലോക്കൽ ഡൽഹി. സോറി സാർ, ആ. ഇങ്ങനെ കുറച്ച് പ്രശ്നമാണ്. പഴയ സാറിനൊപ്പമുള്ള യാത്രക്കാര് വരുമ്പോ. സാർ എങ്ങോട്ടാ? ഞാൻ സുപ്രീം കോടതി ഡൽഹി. ഓക്കെ, സാറിന്റെ ടിക്കറ്റ് ഒന്ന് കാണിക്കോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ അച്ഛനാണോ ഇതിനകത്ത് ലോക്കോ പൈലറ്റ്? അതെന്താ സാറേ? നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയവരൊക്കെ നിങ്ങളുടെ മുഖമാണ്. സാറിന്റെ ടിക്കറ്റ് ഒന്ന് കാണിക്കോ? സാറേ ഇത് മൊബൈല്, ടിക്കറ്റ് ഫേസ് ആപ്പാണ്. ഫേസ് ആപ്പ് സെറ്റ് ചെയ്യാൻ. സാറേ ഇത് എറണാകുളം വരെ ഉള്ളൂ. എറണാകുളത്ത് ഹൈക്കോടതി ഇല്ലേ? ഡൽഹിയിലല്ലേ സുപ്രീം കോടതി? എറണാകുളത്ത് ഹൈക്കോടതി ഉണ്ടല്ലോ. ഞാൻ എറണാകുളത്ത് ഹൈക്കോടതിയിൽ എനിക്കൊരു കേസുണ്ട്. ഞാൻ ആ കേസ് വാദിച്ചിട്ട് സ്വന്തമായി ഞാൻ അങ്ങ് തോക്കും. എന്നിട്ട് ഞാൻ തന്നെ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കും. എന്നിട്ട് ആ കേസ് ഞാൻ വാദിച്ച് ജയിച്ച് അവരെ പുറത്തിറക്കും. അതല്ലേ കട്ട ഹീറോയിസം. നടക്കട്ടെ, നന്നായിട്ട്. താങ്ക് യു. എന്റെ ലാപ്ടോപ്പ് കണ്ടില്ല. അയ്യോ, എന്റെ സുപ്രീം കോടതി എവിഡൻസ് എന്നെ തൂക്കിക്കൊല്ലേ ഉള്ളൂ. എന്റെ ജോലിയും പോവല്ലോ. ഞാൻ എന്ത് ചെയ്യും? ജീവിക്കാനൊരു വഴിയില്ലല്ല. അമ്പിളിക്കുട്ടൻ അങ്ങനെ ആരും വന്നിരുന്നില്ല. ഓക്കെ, ഹലോ, അമൃത TV അല്ലേ? ഡയറക്ടർ അനൂപ് രാമേന്ദ്രൻ സാറിന്റെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് തരാമോ? വേറൊന്നുമില്ല, കിട്ടികൾക്ക് എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ ചോദിക്കാൻ. ഓക്കെ, താങ്ക് യു. അപ്പൊ തെക്കേക്കരയാണോ വടക്കേക്കരയാണോ ആദ്യം സ്കിറ്റ് ഇറക്കാൻ പോകുന്നത്? നമ്മളിപ്പോ ഇന്നിവിടെ യോഗയുടെ ആൾക്കാരാണല്ലോ വന്നേക്കുന്നത്. അതെ. ഇവർക്ക് ചിരിക്കാൻ നല്ല യോഗം ഉണ്ട്. കാരണം ഇന്ന് ഈ ഫ്ലോറിലേക്ക് വരാൻ പോകുന്നത് ആരൊക്കെയാന്ന് അറിയാവോ? ഇല്ല. സുരേഷ് മാമ്പുഴ, അരുൺ നടരാജൻ, സ്മൃതി ശരൺ. ബാറ്ററി ഓണാടാ. അപ്പം നമുക്ക് എല്ലാവർക്കും ചിരിക്കാൻ നല്ല യോഗമുണ്ട്. ഞാൻ ആ റൂമിലോട്ടങ്ങനെ ഇരുന്നോളാം. നാളെയല്ലേ യുദ്ധം? ഇല്ല, എന്തിനാ പേടിക്കുന്നത്? റാണി കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അങ്ങ് നാളെ ആവും. രാജ, ഞാൻ ഒരു കാര്യം പറയാം. നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് വേണം യുദ്ധത്തിന് പോവാൻ. അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം തോറ്റിട്ട് വന്ന പോലെ ഇപ്രാവശ്യം തോക്കാൻ പറ്റത്തില്ല. അത് ഒറ്റമൈനെ കണ്ടോണ്ട് പോയതുണ്ടല്ലേ തോറ്റത്. കേട്ടാ, ഇപ്പൊ എങ്ങനെ ഇരിക്കണു? അപ്പുറത്ത് പോയി വെട്ടും വാങ്ങിച്ചിട്ട് വന്നിട്ട് ആ കുറ്റവും മൈനാടാ തന്നെ. അപ്പൊ നാളെ രാവിലെ തന്നെ യുദ്ധത്തിന് പോണം. ആ, പോണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ പടന്മാരുണ്ടോന്ന് നോക്കട്ടെ. ഉണ്ടെങ്കിൽ അവന്മാരെ പറഞ്ഞ് ആദ്യം വിടാം. നാളെ യുദ്ധത്തിന് പോകാനുള്ള പടന്മാരെല്ലാം റെഡിയാണോ? ആരോട് പറയാൻ? നാളെ യുദ്ധത്തിന് പോകാനുള്ള പടന്മാരെല്ലാം റെഡിയാണോ? ഓ, ഇങ്ങനെ അപ്ഡേഷൻ ഇല്ലാത്ത ഒരു രാജാവ്. കേട്ടോ, ഇത് കണ്ടോ? ഇതാണ് ഭടന്മാരുടെ യുദ്ധ ഗ്രൂപ്പ്. ഇതിനകത്ത് വോയിസ് ഇട്ടാ മതിയെ, അവന്മാര് കേട്ടോളും. അത് കൊള്ളാം. അപ്പൊ അങ്ങനെ ചെയ്യാം കേട്ടോ. ഗ്രൂപ്പിന്റെ പേര് കൊള്ളാം, പടകാളി ചണ്ടിച്ചങ്കി. എടാ, യുദ്ധം എന്ന് പറഞ്ഞപ്പോ തന്നെ 5 പേര് ലെഫ്റ്റായി പോയേക്കുന്നു. ഹലോ, ഞാൻ അരുൺ രാജാവാണ്. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് തന്നെ യുദ്ധം ആരംഭിക്കും. എല്ലാ പടന്മാരും 6 മണിക്ക് റെഡിയായി നിൽക്കണം. 6:30 വണ്ടി വരും. പിന്നെ ഒരു കാര്യം, ഓരോ പടന്മാരും ഞങ്ങളുടെ വണ്ടി വരാം അല്ലെങ്കിൽ വേറെ വണ്ടി വരാം എന്ന് പറയാൻ പാടില്ല. കാരണം കഴിഞ്ഞ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ വണ്ടിയിൽ ആളില്ലാത്തത് കൊണ്ട് നമ്മളിവിടെ ഒരു മീറ്റിംഗ് വെക്കേണ്ട വന്നു. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ പുതിയ ഭടന്മാരുടെ ശ്രദ്ധയ്ക്ക് പാൻ കാർഡും ആധാർ കാർഡും കൃത്യമായിട്ട് കൊണ്ടുവരണം. അല്ലാതെ യുദ്ധം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിരുന്നിട്ട് ഞങ്ങൾക്ക് പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് ശല്യപ്പെടുത്തരുത്. ഓക്കെ? രാജൻ, നമ്മൾ ഈ യുദ്ധം ജയിക്കുന്ന ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാണോന്നോ? നമ്മുടെ രാജ്യമാണ് സത്യം, എന്റെ റാണിയാണ് സത്യം. നമ്മൾ ജയിക്കും എന്നാ തോന്നുന്നത്. രാജൻ, അയൽ രാജ്യത്തുനിന്ന് തോഴി എനിക്ക് ബ്ലൂ പ്രിന്റ് അയച്ചിട്ടുണ്ട്. രാജന് കാണണോ? റാണി ചോദിക്കുമ്പം എങ്ങനെയാ കാണണ്ടെന്ന് പറയുന്നത്?
HD ആയിരിക്കും അല്ലയോ? ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞാ രൂപാരേഖ. മനസ്സിലായോ? അതെ. റാണി, അയൽ രാജ്യത്തെ കുറിച്ച് ഉപ്പിടേറ്റി ഇനി അപ്ഡേറ്റ് എന്നാണോ? രാജാവിനെ തിരുത്താൻ നിക്കണ്ട. കേട്ടല്ലോ? ആ. രാജൻ! രാജൻ! അവർ യുദ്ധത്തിന് തയ്യാറായി. ഷോ എങ്ങനെ മനസ്സിലായി? അവർ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നു. എന്തോന്ന്? യുദ്ധം മൂഡ് ഓൺ. ഇനി ഞാൻ എന്ത് ചെയ്യും? അയ്യോ രാജൻ, രാജന്റെ മൂഡ് ഓൺ ആക്ക്. ഇതിനെ ഓണാക്കിയിട്ടിട്ട് എന്ത് കാര്യം? കഴിഞ്ഞ യുദ്ധത്തിന് ചെന്നപ്പോ അവന്മാര് വെട്ടി പിരിച്ചു കളഞ്ഞില്ലേ? പക്ഷെ എന്നെ വെട്ടിയവന്മാരെ ഓരോത്തിന്റെ മുഖം ഞാൻ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. നാളെ യുദ്ധത്തിന് ഞാൻ അവിടെ ഇറങ്ങുമ്പോൾ നേരെ അവിടെ ചെന്ന അവന്മാരെ തെരഞ്ഞു പിടിച്ച് വെട്ടി 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 കൊല്ലും ഞാൻ. എന്നിട്ടൊരു ധീര ജവാബിനെ പോലെ ഞാൻ ഇവിടെ വന്നിങ്ങനെ ഞെളിഞ്ഞു നിൽക്കും. റാണി റാണി ആരാണ്ട് വരുന്നുണ്ട്. അവിടെ ചെന്ന് പറ രാജാവ് വീട്ടിലെ മീൻ മേടിക്കാൻ പോയേക്കോ വന്ന്. എന്റെ വീരരോധാവായ രാജാവേ, നിങ്ങളുടെ പടം വിളംബരം കൊട്ടി വരുന്നതാ ഇങ്ങോട്ട്. അവനായിരുന്നു. അവൻ കൊട്ടു നിർത്തിയല്ലോ, പിന്നെ എവിടെ നീ ഒച്ച? ഇവിടുന്ന് ആ ഒച്ച, അവിടുന്ന് ആ ഒച്ച. 1000 ആനയുടെ ശക്തിയും 10000 കുതിരയുടെ ബുദ്ധിയും 1000 മല്ലന്മാർ വന്നാലും തെറുത്തു നിൽക്കാൻ കഴിവുള്ള അരുൺ രാജാവ് യുദ്ധം പേടിച്ച് കൊട്ടാരത്തിനകത്ത് ഒളിച്ചിരിക്കുന്നോടത്തോട്ട് പടം ചാണ്ട വന്നോണ്ടിരിക്കുന്നേ. കോജൻ വന്നപ്പോഴേ തെറ്റി. രാജൻ ഇപ്പൊ കറക്റ്റായി പറഞ്ഞു. കുറിമാനം ദാണ്ട വീണ്ടും തെറ്റിച്ചു. തെറ്റിയതല്ല, ഇതിന്റെ പേരാ അത്. ആണോ? എവിടെ കിട്ടി? അയൽപക്കത്തെ രാജാവ് തന്നു വിട്ടതാ. ആണോ? ഞാനൊന്ന് നോക്കട്ടെ. ശരി. കാര്യം പറ. അതല്ല, അതിന്റെ അകത്ത് എന്തോന്ന് പറയാൻ. ഞാൻ പറയാം, പക്ഷെ നിങ്ങൾ ഞെട്ടരുത്. നമ്മൾ 3 പേരുമല്ലാതെ മറ്റൊരാൾ ഇത് പുറത്തറിയാൻ പാടില്ല. ഉറപ്പാണല്ലോ? എന്നാ പിടി. എനിക്ക് വായിക്കാറിഞ്ഞൂടാ. നീ ആകുമ്പോ നല്ലപോലെ വായിക്കുമല്ലോ. നീ വായിക്കും, ഞാൻ വായിക്കാം. എന്താ ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ല. ഈ ഒന്നും എഴുതാത്തത് കൊണ്ട് ഇവൻ എന്തായി ഒക്കെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? നിങ്ങളുടെ അല്ലേ പടൻ, അങ്ങനെ വരുള്ളൂ. നേരായി ഈനാമ്പച്ചിക്ക് മരപ്പെട്ടി കൂട്ടുപോലെ. പിന്നെയാ മരപ്പട്ടി. പിന്നെ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറ. എന്നോട് ക്ഷമിക്കൂ, ഞാൻ വന്നപ്പോഴേ ഒന്ന് വിട്ടുപോയി. സാരമില്ല, നാളെ യുദ്ധം വന്ന് കേട്ടപ്പോ പേടിച്ചു വിട്ടതായിരിക്കും. ഇനി അത് പിടിച്ചു വെച്ചേക്കണം. എന്നിട്ട് നാളെ യുദ്ധഭൂമിയിലോട്ട് ഇറങ്ങി ചെന്ന് തുറന്നങ്ങ് വിട്ടേക്കണം. കുറഞ്ഞൊരു 15 പടന്മാരെങ്കിലും അവിടെ കടന്ന് പെടഞ്ഞു മരിക്കും. എന്തുപോയി പറഞ്ഞു? ഞാൻ പറയാൻ വന്നൊരു കാര്യം വിട്ടുപോയി എന്ന്. ഓ അങ്ങനെ? എന്നാ പറയൂ. രാജൻ ഇത് കണ്ടോ? എടാ, ഞാൻ ഇവിടുത്തെ രാജാവാണ്. എന്നെ ആവശ്യമില്ലാത്തൊന്നും വിളിച്ച് കളിക്കല്ലേ, കേട്ടല്ലേ? നീ പോയേ, ഇവിടെ ഇറങ്ങി പോയേ. നീ രാജൻ ഇത് ആവശ്യമുള്ള സാധനമാണ്. ആവശ്യമുള്ള സാധനമൊക്കെ എന്റെ ഉണ്ട്. അയ്യോ, വരുമ്പോ എന്തോരം പേരാ ഇത് ചോദിച്ചോന്നറിയാമോ? നീ അവർക്ക് കൊണ്ട് കൊറ, എന്റെ പുറകെ കൊണ്ട് നടക്കുന്ന എന്തിന്? വേറെ രാജാക്കന്മാര് വല്ലതും കണ്ട ഇത് കൊത്തിക്കോണ്ട് പോവും. അവന്മാരങ്ങനത്തവന്മാരായിരിക്കും. ഞാൻ അങ്ങനത്തവനല്ല. ഇതിനകത്ത് മുത്തൊക്കെ പിടിപ്പിച്ചിട്ട് നോക്കുന്നതാണ്. ഇതെന്തോന്ന് സാധനം? ഇതപ്പോ ഊരി പോയി. അത് നീ അറിയില്ലായിരുന്നു. ഇത് സംഭവം എന്താണെന്നറിയാമോ? ഇത് രാജാവിന്റെ അനന്തലവൻ കൊടുത്തു വിട്ടതാ. ഇത് 1000 മിന്നൽ പിണറുകളെ പോലും ഛേദിക്കാൻ കഴിവുള്ള ഒരു ആയുധമാണിത്. അനന്തലവൻ യുദ്ധത്തിന് വേണ്ടി തന്നുവിട്ടിരിക്കുന്നു. രാജൻ കണ്ടോ, എന്റെ അനന്തരവന് എന്നോടുള്ള സ്നേഹം. ഇനി എന്റെ രാജ്യത്തെയോ എന്റെ കൊട്ടാരത്തെയോ ആർക്കെങ്കിലും തുറണമെങ്കിൽ എന്റെ ചോരയിൽ ചവിട്ടിയിട്ട് വേണം. ഇത് സത്യം, സത്യം, സത്യം. നെറ്റി തേച്ചോ? ഇയാൾക്ക് സത്യം ചെയ്യണോ? ഇയാളുടെ ചോര കൊണ്ട് തേക്കണം, മനസ്സിലായോ? അതെന്താണെന്നറിയാമോ? എന്റെ ചോരയ്ക്ക് കൗണ്ടർ കുറവാന്ന് ഡോക്ടർ പറഞ്ഞു. കൗണ്ടർ കുറവാന്ന് പറഞ്ഞെങ്കിൽ അത് ഡോക്ടർ അല്ല, പിന്നെ ഇവിടുത്തെ ഡയറക്ടർ അവിടെ എവിടെയോ ഇരിപ്പുണ്ട്. ആണോ?
രാജൻ നമ്മുടെ ഈ യുദ്ധം കഴിഞ്ഞിട്ട് വേണം തെക്ക് രാജ്യത്തുള്ള രാജ്യവുമായിട്ട് ഞാനൊരു യുദ്ധം പിടിച്ചിട്ടുണ്ട്, അങ്ങോട്ടൊന്ന് പോകണം. ഭഗവാനേ, നാളത്തെ യുദ്ധത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും ആലോചിച്ചോണ്ടിരിക്കുമ്പോ ദാണ്ട് അടുത്ത കൊട്ടേഷനും പിടിച്ചോണ്ട് വന്നേക്കുന്നു. കരക്കട്ടടാ പ്രാന്താ. അല്ലെന്ന് അവിടുത്തെ ഒരു തോണിയുണ്ട്, അവളെ ഒന്ന് പൊക്കണം. അതിന് അവളാണെങ്കിലേ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ എന്നിട്ട് പെട്ടെന്ന് അങ്ങ് നിർത്തി കളഞ്ഞു. അത് ചോദിക്കണ്ട രാജൻ. ദേ, അവിടെ പോയി യുദ്ധം ചെയ്തിടുന്ന ഒരു കാര്യങ്ങളുടെ അതെന്താ? അവിടെ രാജാവില്ല. ആര് രാജാവില്ലെന്നോ? 3 രാജാക്കന്മാരാ അവിടെ ഒരു കസേരയ്ക്ക് വേണ്ടി ഇപ്പോഴും പിടിവലി കൂടുന്നു, അറിയാമോ? അപ്പൊ അവർക്ക് കസേരയല്ല വേണ്ടത്, നീളമുള്ള ഒരു ബെഞ്ച്. പണിഞ്ഞു കൊടുക്കാം. അതൊക്കെ നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യം പഷ്ട. ഞാൻ തമിഴ്നാട്ടിലുള്ള എന്റെ കൂട്ടുകാരനുമായിട്ട് വാട്സാപ്പിൽ ചാറ്റ് ചെയ്തിട്ട് വഴക്കായപ്പം അവൻ എന്നെ വിളിച്ച തെറി എന്തുവാന്നറിയാവോ? എന്തുവാ? നീ പോടാ മുഖ്യമന്ത്രി ഇല്ലാത്തവനെ. മതി 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 ഭക്ഷണം കഴിക്കാം ബാ. ഭക്ഷണം കഴിക്കാം. ഹലോ, ആ. എന്തോ കാണിക്കാൻ പോവാ? ഭക്ഷണം കഴിക്കണോ നമുക്ക്? രാജാവിന്റെ മുമ്പിലിരുന്ന് ഭക്ഷണം കഴിക്കാറായോ? രാജാവിന്റെ ഒപ്പം യുദ്ധം ചെയ്യാമല്ലോ. രാജന്റെ ഒപ്പമല്ല, രാജന്റെ മുമ്പിൽ നിന്ന് യുദ്ധം ചെയ്യണം. അങ്ങോട്ട് മാറിയില്ലേ ഞങ്ങൾ ആഹാരം കഴിക്കും. എനിക്ക് വിശക്കുന്നത്. അയ്യോ റാണി, ഓ ഇന്നലെ യുദ്ധഭൂമിയൊക്കെ നേരിട്ട് കണ്ടെന്നറിഞ്ഞു. ആ രാജൻ, എങ്ങനെയുണ്ട്? ഞാൻ ഇന്നലെ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് യുദ്ധഭൂമി കണ്ടു. എന്ത് ക്ലീൻ ആയിട്ടാ ഇതുപോലെ കിടക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെ ഈ തവണ യുദ്ധം ജയിക്കും. എന്നിട്ട് ഞാൻ മുന്നോട്ട് നടന്ന് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ ആരെ ആദ്യം കണ്ടില്ല. പിന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോഴല്ലേ കണ്ടത് മല പോലെ പടയാളികൾ ഇങ്ങനെ ഇറങ്ങുന്നത്. ഭഗവാനെ, ഈ പടയാളികളെ കൊണ്ട് ഞാൻ തോറ്റ്. രാജൻ പേടിക്കണ്ട, പടയാളികളുടെ കാര്യം ഞാൻ കണ്ട, ഞാൻ എന്ത് പറഞ്ഞു? ഇതുപോലുള്ളവരെയാണ് നമുക്ക് ആവശ്യം. രാജ്യസ്നേഹം. മിടുക്കനാണവൻ. എന്നിട്ട് രാജൻ, ഞാൻ മുന്നോട്ട് നടന്നു. ഞാൻ വിചാരിച്ചു പടയാളികൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. പക്ഷെ അല്ല, ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോഴല്ലേ ഞാൻ അത് കണ്ടത്. ദേ, ഇവിടെ ഒരു പീരങ്കി, ഇവിടെ ഒരു പീരങ്കി, ഇവിടെ ഒരു പീരങ്കി. ഒരു ഇച്ചിരി പീരങ്കി ഇവിടെ കൂടെ ഇടാവോ? ഭഗവാനെ, ഈ പീരങ്കികളെ കൊണ്ട് ഞാൻ എന്തോ പറയാനാന്ന് പറ. എന്റെ രാജൻ പേടിക്കണ്ട, ഈ പീരങ്കി പടയാളികളെ എല്ലാം കൂടെ കൂട്ടി കുഴച്ചിട്ടുള്ള ഒരു യുദ്ധം എന്റെ കയ്യിലുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇതുപോലുള്ള ആളുകളെയാണ് നമ്മളെ കൊട്ടാരത്തിന് ആവശ്യം. രാജൻ, എന്നിട്ട് തീർന്നോ? ഇല്ല, തീർന്നില്ല. തീരാൻ പാടില്ല, പോരട്ടെ. ഞാൻ എന്നിട്ട് ആകാശത്തിലേക്ക് നോക്കി. അപ്പൊ കാർമേഘങ്ങൾ ഇങ്ങനെ ഉരുണ്ട് കേറിയിട്ടുണ്ടല്ലോ. ദാ ഇതുപോലെ മഴ ഇങ്ങനെ പെയ്യുവാ. ശ്ശടാ, യുദ്ധഭൂമിയിൽ മഴയോ? ഞാൻ നാളെ തെന്നി അടിച്ച് വീഴുമല്ലോ. യുദ്ധഭൂമി മഴ പെയ്യുന്നത് നല്ലതല്ലേ? അപ്പോഴല്ലേ കൂട്ടിക്കുഴച്ച് പിടിക്കാൻ പറ്റും അവരെ. അത് കൊള്ളാം. അതെന്താ അടുത്തത്? മഴ പെയ്യുമല്ലേ, നമ്മുടെ ഭടന്മാരുണ്ടല്ലോ, അവര് നനയരുതല്ലോ. പിന്നെ അടുത്ത് ഞാൻ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ യുദ്ധത്തിന് നമ്മുടെ കയ്യില് ആകെ ഒരു ആയുധമേ ഉള്ളൂ, നമ്മുടെ ഗദ. അത് വളരെ സൂക്ഷിച്ച് വേണം നിങ്ങൾ കൈകാര്യം ചെയ്യാൻ. ഗദ സൂക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റ. ആ ഗദയങ്ങട് എടാ, ഇവിടെ വന്ന പടയാളികളെ മഴ ഉൾപ്പെടെ നീ വാരി വലിച്ചിട്ടുണ്ട്. ഈ ഗതയെങ്കിലും ഞാൻ എടുത്തോട്ടാ. ഒന്നുമില്ലെങ്കിൽ രാജാവല്ലേടാ, നാളെ യുദ്ധത്തിന് പോണ്ടല്ലേടാ എനിക്ക്. ഗദയുടെ താഴെ ഒരു ഞെട്ടുണ്ട്, അത് തരുമോ? നല്ല ഞെട്ട് ഞാൻ നിനക്ക് തരാം. രാജൻ, ഓ, എനിക്ക് അങ്ങോട്ട് ഒരു കാര്യം പറയാനുണ്ട്. നുണ കേട്ടിട്ട് കൊറേ നാളായി. പറയൂ നുണച്ചി. അമൃത രാജ്യത്തിലെ ശ്വേതാ മഹാറാണിയുടെ ഏക പുത്രനായ കുട്ടിയെങ്കിലും മുഖം കാണിക്കാൻ വന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മുഖം കാണിച്ചില്ല? അത് കണ്ടേച്ചാലും മതി, അന്നത്തെ ദിവസം പോക്കാം. അവരുമായിട്ട് പ്രശ്നം? നമ്മളെ യുദ്ധം തുടങ്ങാൻ പോവല്ലേ, അപ്പൊ ഒരു വാള് മേടിക്കാനായിട്ട് ഞാൻ ശ്വേതാ മഹാറാണി എടുത്ത് കുറച്ച് പൈസ ചോദിച്ചു. അപ്പൊ എന്റെ മുഖത്ത് നോക്കി കാണിക്കുവാ. ദാണ്ടേ ഇങ്ങനെ ഒരു രാജാവിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കാണിക്കാൻ കൊള്ളാവോ? അയ്യോ രാജൻ, രാജാവിനെ പുച്ഛിച്ചോണ്ട് ഇങ്ങനെ കാണിച്ചതല്ല, ഗൂഗിൾ പേയിൽ പൈസ ഇട്ട് തന്നതല്ലേ ഇങ്ങനെ. ഞാൻ മാരിച്ച് ഇറങ്ങി പോടാ എന്ന് പറഞ്ഞതാന്ന്. ഇതാരോടും പോയി പറയാൻ നിൽക്കണ്ട. ആ പുള്ളിക്കാരി ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ട് വല്ലതും കിട്ടുന്നത്. മാറ്റർ പറയുന്നതിന് മുമ്പേ ഞെട്ടാതെ. ശത്രു സൈന്യം ഇരച്ചു കയറി ഇങ്ങോട്ട് വരാൻ പോകുന്നു. രാജാവിനെ കണ്ടാൽ തല പീരങ്കിയിൽ വെച്ച് പൊട്ടിക്കുമത്രേ. അത്രേ ഉള്ളൂ. ഇനി ഞാൻ രക്ഷപ്പെടാൻ എന്തോ ചെയ്യുതാടി? എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാ. രാജൻ ഇപ്പൊ എന്താ രാജൻ, നമ്മുടെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ. നമുക്ക് അവരുമായിട്ട് സന്ധ്യ സംഭാഷണത്തിന് ഇരുന്നാലോ? ഇവിടെ വാ കൊണ്ട് പറഞ്ഞിട്ട് അവന്മാര് കേൾക്കുന്നില്ല.
പിന്നെ ഏയ്, നീ എന്തോടാ അവിടെ കിടന്ന് കാണിക്കുന്നത്? ഗത കണ്ടായിരുന്നോ? ആ, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ നീ ഇതിനകത്ത് പോകുമ്പോൾ ഞാൻ തരാം കേട്ടോ. എടുത്തു വെച്ചിട്ടുണ്ട്, പോകുമ്പോൾ തരാം. രാജൻ, എന്തായാലും യുദ്ധം തുടങ്ങുവാണല്ലോ. നമുക്ക് നമ്മുടെ കുതിരപ്പടയും ആനപ്പടയും അങ്ങോട്ട് ഇറക്കി വിട്ടാലോ? എല്ലാത്തിനെയും ഞാൻ ഇറക്കി വിട്ട് കഴിഞ്ഞു. ഈ പ്രാവശ്യം 1000 ആന, 10,000 കുതിര. എന്നാ നമ്മൾ ഉറപ്പായിട്ടും തോറ്റു. അതെന്താ റാണി? അവരിറക്കിയേക്കുന്ന കണ്ടോ? അവർ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. എന്തോന്ന്? നോക്ക്, 50,000 ആനകളും 1,00,000 കുതിരകളും ഇറക്കിയിട്ടുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ എടുക്കൂ എന്റെ വാള്. എന്തിനാണ് രാജൻ? ശത്രു രാജ്യത്തേക്ക് ഇടിച്ച് കയറിയിട്ട് ഞാൻ അവിടുത്തെ ഭടനാവാൻ പോവുക. രാജൻ നമ്മുടെ നാട്ടിലെ രാജാവായി നിന്നിട്ട് ശത്രു രാജ്യത്തിന്റെ ഭടനാവാൻ പോകുന്നോ? പിന്നല്ലാതെ. എടാ, തോക്കാൻ പോകുന്ന രാജ്യത്തെ രാജാവുന്നതിനെക്കാട്ടും നല്ലതല്ലേ ജയിക്കാൻ പോകുന്ന രാജ്യത്തെ ഭടനാകുന്നത്? നോ, ഭടൻ. അരുൺ ബ്രോ, അതിന് ഊരി പോവോ? അത് ഊരി പോവോ? നീ ഇത്രയും ഈ സ്കിറ്റിൽ കോമഡി ഉണ്ടായിരുന്നില്ല, അത് ഊരിപ്പോണെന്നാണ് നോക്കി. അത് നല്ല സാധനമായിരുന്നു. അതല്ലാന്ന് ഇവിടെ ആരെങ്കിലും പറയുന്നു? ശരി, അതാണ് അവരുടെ അപ്ഡേറ്റിംഗ്. സ്മൃതിനെ കണ്ടിട്ട് കൊറേ നാളായി. ഞാൻ ഇന്നലെ കൂടെ സോനേന്റെ അടുത്ത് അന്വേഷിച്ചോളൂ സ്മൃതി എവിടെയാണ്. ഇത് വിശ്വസിക്കരുത്, ഇത് വെറുതെ ആണ്. അതെ, എന്നിട്ട് സ്മൃതിയെ കാണുമ്പോ വേറെ ആരെങ്കിലും പറ്റി വീണ്ടും ഇവിടെ അടുത്ത് ഞാൻ നിന്നെ വരാൻ അന്വേഷിക്കൂലേ, നിനക്ക് തോന്നണല്ലേ? എവിടെയായിരുന്നു? പിന്നെ നീ ഇതാരാ? അയ്യോ സോറി ഏട്ടാ. അല്ല, എന്നിട്ട് എന്തിനാ ഇവിടെ സ്മൃതിയും സുരേഷ് അണ്ണനും അരുണുമാണെന്ന് സ്മൃതി ആരോ ചോദിച്ചു എന്തിനാ അവളിപ്പോ എത്ര നാളായത്? ഞാൻ ചോദിക്കും, നിനക്ക് തോന്നുന്നുണ്ടോ? 2 ഷെഡ്യൂൾ വരായിരുന്നപ്പോ മറന്നൂല്ലേ? പിന്നെ അവൾ ഒരു ഷെഡ്യൂൾ വരാണ്ടിരുന്ന മറന്നു കൂട്ടാ. നീ ആ പറഞ്ഞു കേട്ടിട്ട് അവക്ക് ജലദോഷവും പനിയും വരെ വന്നു. പക്ഷെ ഇത്ര അസുഖം ആയിട്ടും ഇത്ര നന്നായിട്ട് അത് പിടിച്ചു നിന്ന് ഒരു സ്റ്റേജിൽ വന്നത് അതൊക്കെ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു ബലമാണ്. ബിക്കോസ് നമുക്ക് പറയില്ലേ, പ്രേക്ഷകർ നമ്മുടെ ഓഡിയൻസ് നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ ഒരു വേദി കിട്ടിയാൽ നമ്മൾ നമ്മളുടെ ക്യാരക്ടർ ലയിച്ചു പോകും. നമ്മൾ മറന്നു പോകും നമ്മൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന്. അത് സ്മൃതി ആസ് എ ട്രൂ ആർട്ടിസ്റ്റ്. അരുണിന്റെ ഡയലോഗ് ഡെലിവറി അടിപൊളി ഇട്ടാ. മറ്റേ പഠനമായിട്ടൊക്കെ 10 ആനകളും അതിനൊത്ത ആൾക്കാരും എന്നൊക്കെ പറയുന്ന സെറ്റപ്പ് ആയിരുന്നു. അടിപൊളി. ആ വരവ് രസായിരുന്നു. അതെ, അതെ. എങ്കിൽ എന്തോ ഇത് നോക്കിയാലോ? അത് നോക്കാൻ ടൈം. അത് നോക്കാനുള്ള ടൈം. ബാറ്ററി നോക്കാം. അത് നോക്കാം. അത് നോക്കല്ല, അങ്ങനെ നോക്കുക. കരനിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ദുരിതം താളത്തിൽ ഞാൻ 23,000 rupees ആണ് നേടിയിരിക്കുന്നത്. അപ്പോ 23000. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ യുദ്ധത്തിനൊക്കെ പോകാനുള്ള പൈസ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. യുദ്ധം ജയിച്ചു വരിക. അതെ, വിജയ് ഭവ. അങ്ങനെ തുടക്കം ഗംഭീരമാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗം ഗംഭീരമാക്കാൻ വേണ്ടി നമ്മൾ 2 കുലുങ്ങാത്ത തൂണുകളെ കൊണ്ടുവരാൻ പോവാണ്. പേര് പറടാ. ശരത് ആൻഡ് ഷൈൻ. ചേച്ചി ബാറ്ററി ഓൺ ചെയ്യുവാണെങ്കിൽ ബാറ്ററി ഓൺ ആണ്. കുലുങ്ങിച്ചിരിക്കാൻ നിങ്ങൾ റെഡി ആയിക്കോ. യെസ്, റെഡി. കണ്ടോ? നാടായാലൊരു സ്കൂളു വേണം, സ്കൂളിൽ പിള്ളാരും വേണം, പിള്ളാരുടെ ഉള്ളു തുറക്കാൻ മാഷും വേണം. കേട്ടോ സ്നേഹിതരെ? ഒരു സാറായ ഞാൻ കരുതിയത് പിള്ളേരെ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ സംഭവം എന്ന്. പക്ഷെ അല്ല, പിള്ളേരുടെ പരീക്ഷാ പേപ്പർ നോക്കുന്നതാണ് ഏറ്റവും വലിയ സംഭവം. ഓരോരുത്തർ എഴുതി വെച്ചേക്കുന്ന എന്തോന്ന് കേൾക്കണോ? ആണാണെങ്കിൽ നീ എന്നെ ഒന്ന് ജയിപ്പിച്ച് കാണിക്കടാ. എടാ, ഇവനെയൊക്കെ ഞാൻ എന്തോ ചെയ്യാനാ? എടാ, നീ സ്കൂളിൽ വരുവോ? സ്കൂളിൽ വരുമ്പോ ഞാൻ കാണിക്കാം ഞാൻ ഒരാണാന്ന് ഒന്ന്. കേട്ടോടാ, കേട്ടോ? നീ വരുമല്ലോ. സാറേ, ഗുഡ് മോർണിംഗ്. ആരാണ്? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുബീഷിന്റെ അച്ഛനാണ് ഞാൻ. ആണോ? ഇങ്ങോട്ട് മാറിക്കാവോ? എന്ത് സുബീഷ് സുഖമായിട്ടിരിക്കുന്നു? സുഖം. കൊള്ളല്ലോ, നല്ല കൈലിയാണല്ലോ. എന്നെ എന്തിനാ തല്ലുന്നേ? അവനെ അടിച്ചാൽ അവൻ തിരിച്ചടിക്കും. ഇല്ലെങ്കിൽ അവൻ കൊട്ടേഷൻ എങ്കിലും കൊടുക്കും. തന്നെ അടിച്ചാൽ താൻ തിരിച്ചടിക്കത്തില്ല.
സാറ് എന്ത് പണിയാ സാറേ കാണിച്ചേ? സാറേ ഞാൻ സാറിനെ തിരക്കി വീട്ടിൽ ചെന്നപ്പോ സാറിന്റെ വൈഫ് പറഞ്ഞ എന്തോന്നറിയോ? സാറ് കുറ്റിയും പറിച്ചോണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. പിന്നെ കുറ്റിയും പറിച്ചോണ്ട് പറഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കുന്ന ധോണിയാണല്ലോ എന്ന് വെച്ചാൽ. അതാണോ സാറേ ഞാൻ പറഞ്ഞത്? സാറിന് വീട്ടിൽ ഇരുന്നാ പോലെ സാറിന്തിനാ ഇങ്ങോട്ട് വന്നേന്ന്? ഇവിടെ തന്നെ എനിക്ക് ടെൻഷൻ അറിയാൻ വയ്യത്തുണ്ട്. അറിയാമോ എന്തുകൊണ്ട് ഞാൻ ഭയങ്കര ടെൻഷനില്ല. ഞാൻ എത്ര രാവിലെ വന്ന് പേപ്പർ നോക്കിക്കൊണ്ടിരിക്കും. അറിയാമോ തനിക്ക്? ഇത്രയും മറവിയുള്ള സാറാണ് ഈ പിള്ളേരെ എല്ലാം പഠിപ്പിക്കുന്നത്. മറവിയോ? ആ ഏതോ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. പോടാ അവിടെ നിന്ന്. അതല്ലെന്ന് ഞാൻ പറഞ്ഞത്. പിള്ളേരുടെ പരീക്ഷ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുമെന്നാ പറഞ്ഞത്. എന്നാ വന്നേ ഇരുന്നേ. വൈ. ഞാനും ഇതിന്റെ കാര്യത്തിനായിട്ട് വന്നതാ. അധ്യാപകനാണോ? അല്ല. എഴുന്നേക്ക്. പിന്നെ താൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ എന്തിനാ വന്നേന്നു സാറേ? എന്റെ മകൻ സുബീഷ് ഇല്ലേ, അവനെ എങ്ങനെങ്കിലും നമുക്ക് ഈ വർഷം ജയിപ്പിക്കണം. അതിനെ ഇലക്ഷൻ ജയിക്കാൻ പോകണം ഇവിടെ. അതല്ലെന്ന്. എന്റെ മകനില്ലേ സുബീഷ്, അവൻ 9ാം ക്ലാസ്സിൽ 4 കൊല്ലമായിട്ട് ഇരുന്ന് നിരങ്ങിക്കൊണ്ടിരിക്കുക. അവനൊരു അറ്റം എത്തുന്നില്ല. വേണ്ട, നിരങ്ങാതിരിക്കും. ഇവിടെ നടക്കാൻ പറ. എവിടെയൊക്കെ പോയി എത്തും. എന്നെ സാറേ നിങ്ങൾ എന്തോ ഈ പറയുന്നേ? അവനെ ഈ 10ാം ക്ലാസ് ഈ കൊല്ലമെങ്കിലും ഒന്ന് ജയിപ്പിക്കണം. പിന്നെ ജയിപ്പിക്കാം. പറ. സാറേ സാറിനറിയോ, ഞാൻ അവനോട് പറഞ്ഞു, എടാ ഈ കൊല്ലം നീ പരീക്ഷയ്ക്ക് ജയിച്ചില്ലേ അവനെ പിടിച്ച് ഞാൻ പെണ്ണ് കെട്ടിക്കുന്നു. സാറിനെ അല്ല, അവനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കും. അങ്ങനാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ ഈ പരീക്ഷയ്ക്ക് ജയിക്കും. അവൻ വലിക്കും. എന്റെ പൊന്ന് സാറേ, ഇത്രയും നാളും അവൻ ജയിക്കാൻ വേണ്ടിയാണ് പഠിച്ചെങ്കിൽ ഇനി തൊട്ട് അവൻ തോക്കാൻ വേണ്ടിയാണ് പഠിക്കുന്നത്. മനസ്സിലായില്ലേ? അവന്റെ പുസ്തകം എല്ലാം കൂടി എടുത്ത് OLX വിൽക്കാനിട്ടെന്ന്. സെക്കൻഡുകൾ കൊണ്ടാണ് ആൾക്കാർ അത് മേടിച്ചോണ്ട് പോയത്. മോന്റെ പുസ്തകത്തിന് അത്ര വലിയ ഡിമാൻഡ്. അതുകൊണ്ടല്ല, തുറന്നു നോക്കാത്ത പുസ്തകത്തിന് ഭയങ്കര ഡിമാൻഡ് ആണല്ലോ. ഡിമാൻഡ്. അതുകൊണ്ട് സാറേ സാറിനറിയാവൂ, എന്റെ മകനെ ഞാൻ ഒരു അല്ലലും ഇല്ലാതാണ് വളർത്തിയത്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്കിടാൻ നിക്കറില്ലായിരുന്നു. ഇപ്പൊ ഇട്ടിട്ടുണ്ടോ? ഇപ്പൊ ഇല്ല. എടോ, വളർത്തുമ്പോ കൊച്ചുങ്ങളെ മര്യാദയ്ക്ക് വളർത്തണം. തന്റെ ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ അവനോട് പറയണം. എന്നാലേ അവൻ 4 അക്ഷരം പഠിക്കും. അങ്ങനെയാണെങ്കിൽ സാറ് വീട്ടിൽ പോ, ഞാൻ ഇവിടെ ഇരുന്നിട്ട് അവനെ 4 അക്ഷരം പഠിപ്പിക്കാം. കണ്ടോ, ഇതാണ് പറഞ്ഞത്. തനിക്ക് ബഹുമാനമില്ല. തനിക്കും തന്റെ മോനും ബഹുമാനം എന്ന് പറഞ്ഞൊരു സംഭവമില്ല. എടോ, അവനെ 2 അക്ഷരം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണോ ഞാൻ? ആണോ? അവൻ എന്നോടൊരു ബഹുമാനം പോലും ഇല്ല. അറിയാവോ? എങ്ങനെ ബഹുമാനം വരും? അവനെ ഇത്രയും കൊല്ലമായിട്ട് 2 അക്ഷരമാണ് പാപ്പിച്ചേക്കുന്നത്. അയാളെ ബഹുമാനിക്കണമെന്ന്. അവന്റെ സ്ഥാനത്ത് ഞാനെങ്ങാണ് വരുന്ന ചെബുക്കല്ലിയോ തല്ലി പൊടിച്ചാനെ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലയോ തനിക്ക് തന്റെ മോനും ബഹുമാനമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലയോ? എനിക്ക് ബഹുമാനം കാണത്തില്ല, പക്ഷെ എന്റെ മോന് ബഹുമാനമുണ്ട്. എന്തോ? അവന് ഇവിടുത്തെ ഒരു സാറിനെ ഭയങ്കര ബഹുമാനം. ഏത് സാറിന്? പൂച്ച സാർ. അവനെപ്പോഴും പറയല്ലോ, പൂച്ച സാർ സൂപ്പറാണ്, കിടിലമാണ്, വേറെ ലെവലാണെന്ന്. അത് തനിക്ക് അറിയാൻ വയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, എല്ലാ പട്ടികളെയും പൂച്ചകളെയും സാറ് ചേർത്താണ് വിളിക്കുന്നത്. അപ്പൊ സാറുമാരെ എന്ത് വിളിക്കും? പട്ടീനും പൂച്ചേനും. അവൻ എന്തെങ്കിലും സാറിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ സാർ അത് മനസ്സിൽ വെക്കരുത്. അവനെ എങ്ങനെങ്കിലും ഒന്ന് ജയിപ്പിച്ചു തരണമെന്ന്. എടോ, തന്റെ മകന്റെ ഈ പേപ്പറിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? പറ, ഉണ്ടോ? ഇപ്പൊ ഉണ്ടല്ലോ, ഇനി ഒന്ന് ജയിപ്പിക്കാം. ഞാൻ പറഞ്ഞത്, അവൻ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? അവനോട് ഞാൻ ചോദിച്ചു, കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചപ്പോ അവൻ എന്തോ എഴുതി വെച്ചത്? ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് 1ാമത്തിനകത്തോട്ട് പോയാൽ മതി. അവൻ അങ്ങനെ എഴുതി വെച്ചത് അറിയാം. അവൻ സെക്യൂർ ആയിട്ടുള്ളൊരു കാര്യമല്ലേ എഴുതിയത്? അപ്പൊ അവന് 100 മാർക്ക് കൊടുക്കണ്ടേ? സെക്യൂർ ആയിട്ടുള്ള കാര്യം അത് പോട്ടെ. ആന്റി ബാക്ടീരിയക്ക് ബാക്ടീരിയ എന്നുള്ള പേര് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ച അവരോട് എന്തോ പറഞ്ഞു? ബാക്ടീരിയയുടെ അമ്മയും അച്ഛനും ചെറുപ്പത്തിലെ മരിച്ചുപോയി, പിന്നെ എടുത്തു വളർത്തിയത് ഒരു ആന്റിയാണ്. അതുകൊണ്ടാണ് ആന്റി ബാക്ടീരിയ എന്നുള്ള പേര് വരാൻ കാരണം. എന്റെ പൊന്ന് സാറേ, ഒരു ആന്റിയുടെ പേരും പറഞ്ഞ് എന്റെ മോന്റെ ജീവിതം നിങ്ങൾ കളയല്ലേ സാറേ? അതാണോ? അത് മാത്രമല്ല പ്രശ്നം, തന്റെ മോൻ എക്സാം ഹാളിൽ തുണ്ട് കയറ്റി. അതെന്റെ കുഴപ്പമാണ്. അത് ഞാൻ അറിയാതാണ് അവൻ ആ ഫോൺ എടുത്തോണ്ട് വന്നത്. ഇല്ലെങ്കിൽ അവൻ ആ ഫോൺ നോക്കി എഴുതത്തില്ലായിരുന്നല്ലോ. അതാണോ ഞാൻ പറഞ്ഞത്? അതാണോ ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞത്? പിന്നെ ഇതാ പറഞ്ഞ തനിക്കും തന്റെ മോനും പരീക്ഷയ്ക്ക് ജയിപ്പിക്കാനുള്ള ഒരു സാധ്യതയില്ലെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്റെ മോന്റെ കാര്യം വിട്. സാറിന്റെ അനിയനുണ്ടല്ലോ, അവൻ എന്റെ കൂടെ പഠിച്ചതാ. സാറിന്റെ അനിയൻ സ്കൂളിൽ പഠിക്കുമ്പോ എന്തോ കാണിച്ചത്? സ്കൂളിൽ നിന്ന് അരിയും മണ്ണെണ്ണയും കിട്ടുന്ന കാർഡാണെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ കൊണ്ട് പ്രോഗ്രസ് കാർഡ് ഒപ്പിടിപ്പിച്ച് മേടിച്ചവനല്ലേ സാറിന്റെ അനിയൻ? അതായാലും എന്തായാലും എന്തുവാ, കാരണം തന്റെ മോൻ ജയിക്കാത്തന്റെ മെയിൻ കാര്യം എന്താ അറിയോ? തനിക്ക് വിദ്യാഭ്യാസം ഇല്ല. വിദ്യാഭ്യാസത്തിന്റെ കേസൊക്കെ സാർ വിട്. സാറേ, എന്റെ അച്ഛൻ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഒരു ഡോക്ടർ ആക്കണം. പക്ഷെ എനിക്ക് താല്പര്യമില്ല. സാറേ, ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു MBBS എടുത്ത് പഠിക്കുവാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 5 കൊല്ലം നമുക്ക് നഷ്ടമാകും. എനിക്ക് അങ്ങനെ നഷ്ടപ്പെടുത്താൻ സമയമില്ല. താൻ എത്ര വരെ പഠിച്ചു? 2ാം ക്ലാസ്. ഒരുപാട് കൊല്ലം താൻ ലാഭിച്ചല്ലോ. ലാഭത്തിന്റെ കേസല്ലല്ലോ സാറേ, എന്റെ മോന്റെ കേസല്ലേ. സാറിന് അറിയാവോ, എന്റെ മോൻ ആറ്റുനൂറ്റ് ഞങ്ങൾക്ക് ഇരുന്ന് കിട്ടിയതാ. ഒരു കൊച്ചുണ്ടാകാത്തതുകൊണ്ട് ഞാനൊരു കപ്പ് കമത്തിയാണ് ആ കൊച്ചിനെ എനിക്ക് കിട്ടിയത്. കപ്പലുള്ള ഉരുളിയല്ലോടെ കമത്തേണ്ടത്.
ഉള്ളിക്കൊക്കെ 10-25,000 രൂപ ആകത്തില്ലേ? ഇത് കപ്പ ആകുമ്പോ 25 രൂപ, അതുകൊണ്ട് കപ്പ് കമത്തി. അതെ അല്ല, തന്റെ മോന്റെ മുഖവും ആ കപ്പിന്റെ മുഖവും ഒരുപോലെ ഇരിക്കുന്നു. അറിയാം സാറേ, അതല്ല ഇവിടുത്തെ പ്രശ്നം. എന്തോന്ന്? ഈ സ്കൂളില് ഒരു ഫെസിലിറ്റി ഇല്ല. ഈ സ്കൂൾ ഒരു ഹൈടെക് അല്ല. ആര് പറഞ്ഞു ഹൈടെക് അല്ലെന്ന്? നീ വന്നേ, താ മോളോട്ടൊന്ന് നോക്കിയേ. ഈ പ്രാവലല്ലേ ഞങ്ങൾ സ്നഗ് ഇടിച്ചേക്കുന്നുണ്ടോ? അതാണ് ഇവിടുത്തെ ഹൈടെക്. ഇല്ലെങ്കിൽ നമുക്ക് രണ്ടെങ്കിലും നിന്ന് സംസാരിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അറിയാമോ? അത് പറയണ്ട, തന്റെ മോന്റെ കാര്യം ഒരുപാട് പറയാനുണ്ട്. ഇവിടെ മണി ചേഞ്ച് അവനോട് പഠിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് അവനെന്തോ ചെയ്ത് ഈ സ്കൂളിന്റെ മണി എടുത്തോണ്ട് പോയി ചേഞ്ച് ആക്കി വെച്ചേക്കുന്നത്. അവനെയാണോ താൻ പഠിപ്പിക്കുന്നത്? അവനെയാണോ പഠിപ്പിക്കുന്നത്? എടോ, തന്റെ മോന് എന്തുവാ പറ്റി? സത്യം പറയാം, പറ. എന്റെ മകൻ എന്തുവാ പറ്റിയെന്ന് ഞാൻ പറഞ്ഞുതരാം. വാ, താനൂർ ചക്ക തിന്നാൻ ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന്. തമ്പാനൂർ ചക്ക ഉണ്ടോന്ന് ചെന്ന് നോക്കിയപ്പോ ചക്കയെല്ലാം മാവില കായ്ക്കുന്നേന്ന്. മാവില ചക്ക തിന്നാൻ പറ്റുമെന്ന് മാവിലായ ചേട്ടന്മാരോട് ചോദിച്ചപ്പോ അവര് പറയുക അവര് ഇവിടുത്തുകാരല്ലെന്ന്. താൻ എന്തോ വെളിവുകളാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക, താൻ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്? അത് മമ്മൂട്ടിയോട് ചെന്ന് ചോദിക്കണം, എനിക്കറിയത്തില്ല. അതാണോ ഞാൻ പറഞ്ഞത്? താൻ ഒരു കാര്യം ചെയ്യും, തന്റെ മകനെ എന്തായാലും ജയിപ്പിക്കാൻ പറ്റത്തില്ല. സാറിനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എന്റെ മോനെ ജയിപ്പിച്ചേ പറ്റൂ. ജയിപ്പിച്ചേ പറ്റൂ. എടോ, തന്റെ മോന്റെ കൂടെ പഠിച്ചല്ലേ എന്റെ മോള്. അവക്കാണെങ്കിൽ 10 A+ ഉണ്ട്. തന്റെ മോനെ താൻ കെട്ടിക്കാനിരിക്കല്ലോ, അതാണ് ഇനി നല്ലത്. കൊണ്ട് കെട്ടിക്ക്. അങ്ങനെയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. സാറിന്റെ ഈ A+ കിട്ടിയ മോളില്ലേ, ആ മോളെ എന്റെ ചെറുക്കിന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? ആലോചിക്കുന്ന എന്തിനാ? നമുക്കത് നടത്തിക്കളയാലോ. എന്നാ കൊടു കൈ, പിടി കൈ. ഷൈൻ ആൻഡ് ശരത്. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഐശ്വര്യയും കൂടെ പറയാറുണ്ടായിരുന്നു. ഇത്തവണ ഐശ്വര്യയുടെ പേര് നമ്മൾ പറഞ്ഞില്ല. ഐശ്വര്യ എവിടെ പോയി? ഞങ്ങൾ സ്കിറ്റെല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറഞ്ഞു പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. ഡ്യൂട്ടി കയറാനോ? ഡ്യൂട്ടി കയറാണ്. കാരണം അതിപ്പോ പെട്ടെന്ന് പിന്നെ അങ്ങനെ ആയതുകൊണ്ട് പ്രേക്ഷകരറിയാ നമ്മുടെ പല പല ജോലിയും കാര്യങ്ങളും ചെയ്യുന്നവരാണ് ഇവര്. അതിന്റെ ഇടയ്ക്കാണ് വന്ന് സ്കിറ്റൊക്കെ ചെയ്താലും ഡ്യൂട്ടി അടിപൊളിയായിട്ട് പോട്ടെ. അടുത്ത ഷെഡ്യൂളാണ്. കിറ്റും അടിപൊളിയായിട്ട് പോട്ടെ. നിങ്ങളുടെ ഐശ്വര്യം മിസ് ചെയ്യുന്നുണ്ട് നമ്മൾ. തീർച്ചയായിട്ടും. അല്ലാതെ കൊണ്ട് ചോദിച്ചു. കാരണം പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ മാറി. അതിന് ഒത്തിരി പ്രശ്നമുണ്ട്. പേരുടെ 2 പേരാക്കി. അതിന്റെ ഒരു പ്രശ്നം. അത് എന്താ, അവര് 2 പേരും കംഫർട്ടബിൾ ആയിരുന്നു. ആ 3 പേരായപ്പോ അവർ ഭയങ്കര ഒരു ഓളല്ല ഒരു ടീമായിരുന്നു. ഡോണ്ട് വരി, നമുക്ക് തൂക്കാം അടുത്ത പ്രാവശ്യം. എന്തായാലും നമുക്ക് ബാറ്ററി നോക്കാം നേരെ. നിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ 10,000 രൂപ 10,000 rupees ആണ് നേടിയിരിക്കുന്നത്. അപ്പൊ ചേച്ചി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാവോ? ഡോണ്ട് വറി, വിരാട് കോഹ്ലിയും ഡക്കാവാറുണ്ട്. സൂപ്പർ. അപ്പൊ അടുത്ത തവണ കിട്ടിലുമായിട്ട് ഇതിലും ഒരുപാട് ചാർജ് കയറട്ടെ ബാറ്ററിയിൽ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പിള്ളേരുടെ പെർഫോമൻസ് കാണണ്ടേ? എവിടെ സ്ക്വാഡ് ഓഫ് യോഗ ടീം? ഞങ്ങൾ റെഡിയാണ്, നിങ്ങൾ റെഡിയാണോ? ഇനി യോഗ നമ്മൾ സാധാരണ കാണുന്ന ഭയങ്കര സ്ലോ പേസിലാണെങ്കിൽ ഇതിന് കാണാൻ പോകുന്ന ഒരു കോറിയോഗ്രാഫ്ഡ് വേർഷൻ ആണ്. മ്യൂസിക് ഒക്കെ ഇട്ട് നമുക്ക് കാണാം. ഓക്കെ, കം ഓൺ ഗൈസ്. ചിതറിയ മിഴിയിൽ രതിയോ സതിയോ കനവോ കതിരോ കനലോ മൊഴിയോ ഇനി നീ പറയൂ.
വരുന്നോളെ തെന്നൽ തോൽത്തളിരാളെ ഒളി പോലെ അഴകോളെ കറുത്തൊരു കരിമുകിൽ പോലെ മുടിയുലയുന്നോളെ മധുകരമൊഴി മതകരമിഴി പടിയേറി വന്ന പനിമതിയേ അടിപൊളി. ഇത് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന സനീഷ് ബ്രോ ആണ് അല്ലേ? ഇത് സ്പെഷ്യൽ ആയിട്ട് കൊറിയോഗ്രാഫി ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു കൊറിയോഗ്രാഫർ ആണോ അതോ യോഗ ട്രെയിനർ ആയിട്ട് കൊറിയോഗ്രാഫി ചെയ്തതാണ്? അതെങ്ങനെയാ? യോഗ ട്രെയിനറാണ്, കൊറിയോഗ്രാഫർ കൂടിയാണ്. ആണ്. ഓക്കെ. ഇതാണ് ഇവരുടെ കോച്ച് പ്രേമരാജൻ എന്നാണ് സാറിന്റെ പേര്. ട്രെയിനിങ് ഒക്കെ നൽകുന്ന സാറാണ് അല്ലേ? ഈ പിള്ളേര് ഒരു ടീമാണ്. ഈ സ്ക്വാഡ് എന്ന് പറയുന്ന ഈ പേര് ഇട്ടേക്കുന്നത് നിങ്ങൾ ഈ ഗ്രൂപ്പിന് വേണ്ടി മാത്രം ഇട്ടേക്കുന്ന പേരാണോ അതോ നിങ്ങൾക്ക് വേറെ ഗ്രൂപ്പ് ഉണ്ടോ? ഇതിനു വേണ്ടി ചെയ്താണ്. ഇത് എത്ര പിള്ളേരുണ്ട്? ഇതിലിപ്പോ 10 പേരുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അല്ലാണ്ട് ആസ് എ ടീം എത്ര പേരുണ്ട്? ഇത് യോഗ അസോസിയേഷൻ ഓഫ് കണ്ണൂരുണ്ട്, അതിന്റെ ടീമാണ് ഇവര്. ഇവര് നാഷണൽ ടീമിലൊക്കെ പങ്കെടുത്തിട്ടുള്ള നാഷണൽ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത താരങ്ങളാണ് ഇവര്. അടിപൊളി. അപ്പൊ കോച്ചിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ പിള്ളേരുടെ മെയ് വഴക്കൊക്കെ കണ്ടപ്പോ എനിക്ക് ചോദിക്കാൻ തോന്നിയതാ, ഇതിപ്പോ കുഞ്ഞുനാള് മുതലേ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണോ നമുക്ക് ഇങ്ങനെ ഒരു മെയ് വഴക്കം കിട്ടുക? അതിപ്പം നമ്മുടെയൊക്കെ ഏജിലുള്ള ഒരാൾക്ക് ഇപ്പൊ കണ്ടു ഒരു ആഗ്രഹം തോന്നി, അപ്പം ഏജ് അതൊരു ഫാക്ടർ ആണോ ഇത് പഠിച്ച് പരിശീലിപ്പിക്കുന്നതിന്? ഇതിനകത്ത് വളരെ അഡ്വാൻസ്ഡ് ആസനാസാണ് ഉള്ളത്. അപ്പൊ അത് ഏജ് ആയ ആൾക്കാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ചെറുപ്പത്തിലെ ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ യോഗ എന്ന് പറഞ്ഞാൽ പൊതുവിൽ പ്രായമുള്ള ആളുകൾക്കുള്ളതാണ് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ ഇപ്പൊ പുതിയ തലമുറയിലേക്ക് യോഗയെ കൊണ്ടുവരിക എന്നുള്ളതാണ് സ്പോർട്സ് യോഗയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സ്പോർട്സ് യോഗയിൽ വളരെ ആകർഷകമായ മത്സരങ്ങളുണ്ട്. ഇപ്പൊ ഫ്രീ ഫ്ലോ യോഗ ഡാൻസ് അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള പ്രകടനമാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ റിതമിക് യോഗ ഡാൻസ്, ആർട്ടിസ്റ്റിക് യോഗ സോളോ, ആർട്ടിസ്റ്റിക് പെയർ, അങ്ങനെ വിവിധ യോഗ ഡാൻസുകളുണ്ട്. അപ്പൊ അതിലെ ഐറ്റങ്ങളൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. സൂപ്പർ. എന്തായാലും കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. എന്തായാലും ഇത്രയും കിള്ളം പെർഫോം ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നിടത്തൊക്കെ നിങ്ങളൊക്കെ വിജയിക്കട്ടെ ഇത് പറഞ്ഞുകൊണ്ട് ശ്വേത ചേച്ചി, ഇന്നത്തെ എപ്പിസോഡില് നമുക്ക് കുറച്ച് ചടങ്ങുകൾ ബാക്കിയുണ്ട്. 2 ടൈറ്റിൽ ഞങ്ങളൊക്കെ ശ്വേത ചേച്ചിയുടെ ഫാനാണ്. ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ, വില്ലി വൈറ്റ് ദ ബ്രൈറ്റ്. നോ ഡൗട്ട് ഇത്ര ഫ്ലെക്സിബിൾ ആയ നമ്മളുടെ ഫ്യൂച്ചറാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ദ യോഗ അക്രോബാറ്റിക്, ദ മോസ്റ്റ് ഫ്ലെക്സിബിൾ ഇന്നത്തെ യൂത്തിനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ടു കണ്ണൂർ സ്ക്വാഡ് ഓഫ് യോഗ എന്നാണ് ഈ മെയിനും ഇന്നത്തെ ബ്രൈറ്റും. ചേച്ചി All right. Cutie the hand wash ഇന്നത്തെ മെയിൻ കണ്ണൂരിലെ സ്ക്വാഡ് ഓഫ് യോഗ. കൺഗ്രാറ്റുലേഷൻസ്. കഴിഞ്ഞിട്ടുള്ള ഒരു സമ്മാനം കൂടിയുണ്ട്. വില്ലി വൈറ്റ് ദ ബ്രൈറ്റും നിങ്ങൾക്ക് തന്നെയാണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങളുടെയൊക്കെ പെർഫോമൻസ് ഇനിയും കാണണം എന്നുണ്ട്. അതുകൊണ്ട് ഒരു എപ്പിസോഡും കൂടെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യാൻ വരണം. ഓക്കെ? അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പറയാം. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ, ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് ചേച്ചി സ്ഥിരം പറയാറുള്ള കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്. ബ്രഷ് ബിഫോർ ബെഡ് യൂസിങ് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. ഇത് പറഞ്ഞുകൊണ്ട് നാളെ കാണാം. ബൈ ബൈ.